ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് എടുക്കാൻ പോകുന്നത്. പാർട്ട് 1 നമ്മൾ ലോസ് ഓഫ് എക്സ്പോണൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ എക്സ്പൊണൻഷ്യൽ ഫോം 5² ഹോൾ ക്യൂബ് ഇൻറ്റു 5⁴ ഡിവൈഡഡ് ബൈ 5⁴. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഇത്രയും പോർഷനാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത്രയും പോർഷൻ ചെയ്യാം, 5² ഹോൾ ക്യൂബ്. അപ്പോൾ നമുക്കൊരു ലോ അറിയാം, a raised to m the whole raised to n equal to a raised to m into n. അപ്പോൾ 5² ഹോൾ ക്യൂബ് എങ്ങനെ വരും? 5 raised to 2 into 3 into 5⁴ divided by 5⁻⁷. ഇനി 5⁻² into 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5⁻⁶ into 5⁻⁴ divided by 5⁻⁷. ഇനി ബ്രാക്കറ്റിനുള്ളിലുള്ള ഭാഗം നോക്കാം. 5⁻⁶ into 5⁻⁴. അപ്പോൾ അത് ഏത് ലോയാണ്? a raised to m into a raised to n അല്ലേ? സെയിം ബേസ് ആണ്, രണ്ടും 5 ആണ്. പിന്നെ ഇടയിൽ വരുന്ന അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, രണ്ടിൻ്റെ പവർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ a raised to m into a raised to n എന്നുള്ള ലോ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും? a raised to m plus n പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 5⁻⁶ plus 4 divided by 5⁻⁷, അതേപോലെ തന്നെ എഴുതി, ഈക്വൽ ടു 5⁻10 divided by 5⁻⁷. അപ്പോൾ ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ രണ്ടും ബേസ് സെയിം ആണ്, ഇടയിൽ വരുന്ന ഡിവിഷൻ ആണ്, പവർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ ഒരു ലോ, a raised to m divided by a raised to n equal to a raised to m minus n. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? 5⁻10 minus 7. അപ്പോൾ എന്ത് കിട്ടും? 5⁻3. അപ്പോൾ 5 ക്യൂബ്ഡ്, ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ആൻഡ് എക്സ്പ്രസ് ഇൻ എക്സ്പൊണൻഷ്യൽ ഫോം 3⁻0 plus 2⁻0 into 5⁻0. അപ്പോൾ ഇവിടെ നമുക്കറിയാം അല്ലേ, a⁻0 ഈക്വൽ ടു 1. അതായത് എനി നമ്പർ റേസ് ടു 0 എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ 3⁻0 എന്ന് പറഞ്ഞാൽ എന്താ? 1. 2⁻0 എന്ന് വെച്ചാൽ എന്താ? അതും 1. ഇനി 5⁻0 എന്ന് വെച്ചാലോ? അതും 1. അപ്പോൾ 3⁻0 plus 2⁻0 into 5⁻0 ഈക്വൽ ടു 3⁻0ക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, 2⁻0ക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, ഇൻറ്റു 5⁻0ക്ക് 1 കൊടുത്തു. അപ്പോൾ എന്ത് വരും? 1 plus 1 2 into 1 ഈക്വൽ ടു 2. അപ്പോൾ 2 ആണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. പക്ഷേ ഇതിനെ നമ്മൾക്ക് എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പോൾ 2⁻1 എന്നിട്ട് കൊടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, സെറ്റ് ട്രൂ ഓർ ഫോൾസ് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. 10 into 10⁻11 is equal to 100⁻11. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഈ ഈക്വൽ ടു സൈനിൻ്റെ ലെഫ്റ്റിലുള്ള പോർഷൻ, അതിന് നമ്മൾ എന്താ പറയുക? LHS. ഇനി ഈക്വൽ ടു സൈനിൻ്റെ റൈറ്റിലുള്ള പോർഷൻ എന്താ പറയുക? RHS. ഇതിൽ LHS എടുക്കാം. LHS എന്ന് പറയുമ്പോൾ 10 into 10⁻11. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ലോ യൂസ് ചെയ്യാം? a raised to m into a raised to n equal to a raised to m plus n അല്ലേ? സെയിം ബേസ് ആണ്, പവേഴ്സ് ഡിഫറൻ്റ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? 10⁻1 plus 11 ഈക്വൽ ടു എന്ത് കിട്ടും? 10⁻12. ഇനി നമുക്ക് ഇതേപോലെ തന്നെ RHS എടുക്കാം. RHS is equal to 100⁻11. ഇനി ഈ 100നെ നമുക്ക് എങ്ങനെ എഴുതാം? 10² എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. അപ്പോൾ 10² ഹോൾ റേസ് ടു 11. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലോ യൂസ് ചെയ്യാം അല്ലേ, a raised to m the whole raised to n is equal to a raised to mn. അപ്പോൾ 10⁻2 into 11 വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് വരും? 10⁻22. ഇനി നമ്മുടെ LHSും RHSും ഈക്വൽ ആണോ എന്ന് നോക്കിക്കേ. LHSൽ കിട്ടിയത് 10⁻12 ആണ്, RHS കിട്ടിയത് 10⁻22 ആണ്. അപ്പോൾ എന്താണ്? ക്ലിയർലി LHS ഇസ് നോട്ട് ഈക്വൽ ടു RHS. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാം? ഇറ്റ്സ് ഫോൾസ്.
അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്രസ് ആസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓൺലി ഇൻ എക്സ്പോണൻഷ്യൽ ഫോം 729 ഇൻറ്റു 64. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 729നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഈ 729 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് 3 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 2, 4, 3, വീണ്ടും 3 വെച്ച് ചെയ്യുമ്പോൾ 81, വീണ്ടും 3 വെച്ച് ചെയ്യുമ്പോൾ 27, 3, 9, 3, 3. അപ്പോൾ 729 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3 എത്ര ടൈംസ് വന്നിട്ടുണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6. അപ്പോൾ 3/6 ഇൻറ്റു ഇനി 64നെ ഇതേപോലെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ 64 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. അപ്പോൾ നമ്മൾ ഒരു 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 32, വീണ്ടും 2, 16, വീണ്ടും 2, 8, വീണ്ടും 2, 4, again 2, 2. അപ്പോൾ എന്ത് വരും? 2/6. വേണമെങ്കിൽ നമുക്ക് ഇതിനെ 3 × 2 ഹോൾ റേസ് ടു 6 എന്ന് എഴുതാം. പക്ഷേ 3 × 2 6/6 എന്ന് എഴുതാൻ പാടില്ല. കാരണം ഇവിടെ എന്താണെന്നറിയോ? ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് 6/6 എന്ന് എഴുതിയാൽ 6 എന്താണ്? ഒരു പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് 6/6 എന്ന് എഴുതാൻ പാടില്ല. 3 × 2 ഹോൾ റേസ് ടു 6 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3/6 × 2/6 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ 2/5 the whole square into 7 cube divided by 8 cube into 7. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം നോക്കുക, ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും നമ്പർ പ്രൈം നമ്പർ അല്ലാത്തതുണ്ടോ. അപ്പോൾ ഇവിടെ ആദ്യത്തെ നമ്പർ 2 പ്രൈം ആണ്, അടുത്ത നമ്പർ 7 അതും പ്രൈം ആണ്, അടുത്തത് 8 പ്രൈം അല്ല, പിന്നെ 7 അത് പ്രൈം ആണ്. അപ്പോൾ ഈ പ്രൈം അല്ലാത്ത നമ്പറിനെ നമ്മൾ പ്രൈം ആക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ മതി. അപ്പോൾ 8നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 8 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 8/2 ചെയ്യുമ്പോൾ 4 കിട്ടും, വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പോൾ 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? 2/5 the whole square into 7 cube by 8നെ എങ്ങനെ എഴുതും? 2 ക്യൂബ് ഹോൾ ക്യൂബ് into 7. ഇനി ഈ 2/5 ഹോൾ സ്ക്വയർ ഒക്കെ ഇല്ലേ, അതിന് ഏത് ലോ ആയിരിക്കും? a/m the whole raised to n. a/mn. അപ്പോൾ 2/5 the whole square എന്തായിരിക്കും? 2/5 into 2, 2/10 into 7 cube divided by 2 cube the whole cube. അതെന്ത് വരും? 2/3 into 3. അപ്പോൾ 2/9 into 7 ഈക്വൽ ടു, ഇനി നോക്കിയേ, ഈ ന്യൂമറേറ്ററിൽ ഒരു 2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ലോ യൂസ് ചെയ്യാം? a/m divided by a/n equal to a/m-n. അപ്പോൾ എന്ത് കിട്ടും? 2/10 - 9. ഇനി 7 ക്യൂബും ഉണ്ട് 7ഉം ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സെയിം ലോ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ 7/3 - 1 ഈക്വൽ ടു എന്ത് വരും? 2 × 7 സ്ക്വയർ. ഇനി 2 × 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49. അപ്പോൾ 2 × 49 98. 98 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ കമൻ്റ് ആയിട്ട് ഇടാം.